അപ്പൊ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയടാ, ഇയാളെന്ത് മനുഷ്യനടാ, ക്യാമറ ഷയ്യാ ഗൈസ്. ഇവന് ഈ കാലത്തും ഫുള്ള് ക്യാമറ ഷയ്യ, എന്തിട്ട് ചെയ്യ ഗൈസ്. അപ്പൊ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇത് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ്. പുലർച്ചെ 5 മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായി. പക്ഷെ ഈ വണ്ടി ചതിച്ചു ഗൈസ്. വണ്ടി പറ്റിയിട്ട് നമ്മളങ്ങനെ കുറെ തള്ളി 20 രൂപ കളഞ്ഞിട്ട് അണ്ണൻ്റെയായി ഈണ്ടാ ദൈവേ. അതാരുടെങ്കിലും വണ്ടി എന്നൊക്കെ വീണത്, നമുക്ക് ആ പൈസ വേണ്ട പോക്കറ്റ് വയ്ക്കാൻ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ മീൻ കിട്ടുമോ നോക്കാം. അപ്പോൾ ഇതുവരെ കണ്ടു ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറ്റിയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അതേ മൂപ്പരാള് മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഇതിന് മുന്നൊരു സ്ഥലത്ത് പോയി ഗൈസ്. അപ്പോഴൊക്കെ ഇരുട്ടായിരുന്നു. ഞാൻ എണീറ്റ സമയത്ത് പുലർച്ചെ 5 മണിക്ക് എങ്ങാണ്ട് എണീറ്റതാ. അപ്പോൾ എണീറ്റ സമയത്ത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ കിട്ടില്ലായിരുന്നു ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് കുറവും സംഭവമൊക്കെ ആയിരുന്നു. ഇതവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടോടാ. 2 സ്ഥലത്ത് മാറി മാറി പോയി കഴിച്ചു. ഇപ്പം നമ്മളിതേ നമ്മുടെ മറ്റേ 6 വരിപ്പാതല്ലേ, അവിടെയാണ് ഇപ്പോൾ സമയം. എത്ര ഏകദേശം ഒരു 6 മണി 6:30 ഉണ്ടാവും. കൺസിസ്റ്റൻസി കണ്ട കൈസ്. 5:30 എണീറ്റ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ആരെ ചെയ്യും ഇങ്ങനെയൊക്കെ? വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എനിക്ക് വരലൊക്കെ ടാസ്ക് കേസല്ലേ. ഇതിനൊക്കെ ഞാൻ കൂട്ടാം, വേറെ കാര്യം. അപ്പം നമുക്ക് എന്തായാലും വല്ല മീനും കിട്ടുമോ നോക്കാം. ഇതപ്പോൾ ഫൈനലി ഇതേ മീനിനെ കിട്ടിയിട്ടുണ്ട്. ഇതെന്തിട്ട് മീൻ? ബ്രാലല്ലേ? ബ്രാലാണോ? ആ ഗൈസ്, ബ്രാലാണ്. ഓ, അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത് വെറുതെ ആയില്ല. ചെക്കൻ കഷ്ടപ്പെട്ടായിട്ട് മീനിനെ പിടിച്ചു. നോക്കിയേ, നീ പ്രൊഫഷണൽ അല്ലോടാ. നാണം കുടുങ്ങി. ഇവനിങ്ങനെ വേണം ഗൈസ് നാണം മാറ്റാൻ. ഇപ്പം പറയണേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, അടുത്തത് ഞാൻ പിടിക്കാൻ പോകുന്ന പറയണല്ലേ. അപ്പം അതെ ഒരു മീനിൻ്റെ ദേടാ അത് പോണൂടാ. പോണു അവിടെ നിന്നാ മതി. നിന്നെന്ന് ഞങ്ങൾ ഗ്രില്ല് ചെയ്യും ഗൈസ്. ഇന്ന് ഗ്രില്ല് ചെയ്യണോ അതോ വെറുതെ നമുക്ക് തിരിച്ചു വിട്ടാലോ ഈ മീനിനെ? അവനറിയാണ്ട് തിരിച്ച് ഈ മീനിനെ നമുക്ക് അങ്ങോട്ട് തിരിച്ചു വിട്ടാലോ? എന്ത് ചെയ്യണ്ടേ? നിങ്ങൾ കമൻറ്റിൽ പറയുക. കമൻറ്റിൽ പറയുമ്പോഴേക്കും ചിലപ്പോൾ ചത്തുണ്ടാവില്ലേ. അപ്പോൾ വീണ്ടും അടുത്തൊരു മീനിനെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ബ്രാലിനെ കിട്ടി. അപ്പോൾ വീണാനെ. ഇപ്പം ഇവനെ പറക്കാൻ പോകേണ്ടി വന്നു ഗൈസ്. നല്ല പിടയ്ക്കണ ബ്രാല്. ഹെൽമെറ്റുമേലൊക്കെയുള്ള പോയതില്ലേ. ഏതാലേ ഇവൻ കുറച്ച് സീനാലവൻ. ചില്ലറക്കാരനല്ല. നിങ്ങളുടെ അവിടെ എന്തിട്ടടാ, നിങ്ങളുടെ അവിടെ മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക. അങ്ങനെ 2ാമത്തെ മീനും പിടിച്ചു. നമ്മൾ എത്ര എണ്ണം പിടിക്കടാ വിഷ്ണു? കിട്ടുമെന്ന് ഒരു 3-4 എൻ്റെ മോനെ വീഡിയോ എടുക്കണുണ്ടോന്ന് തോന്നുന്നുണ്ട്. ഇവന് ഇത്ര നാളായിട്ട് മീനൊന്നും കിട്ടിയായിരുന്നില്ല. ഇന്നാണ് കിട്ടിയെന്നാ പറയണേ അല്ലേ? ഒന്നും മിണ്ടില്ല കേസ് ആ വീഡിയോയിൽ. അവന് വീഡിയോ എടുക്കുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. ഒരക്ഷരം മിണ്ടില്ല, കാരണം അവന് വീഡിയോയിൽ സംസാരിക്കാൻ പേടിയാണ് കേസ്. അപ്പം എന്തായാലും അടുത്ത മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മളാണെങ്കിൽ ഈ ഒരു സ്പോട്ട് മാറ്റി പിടിക്കാൻ പോകണമെങ്കിൽ എങ്ങോട്ടാ പോണേ? ഞാൻ അപ്പുറത്തേക്ക് പോവാണ് കേസ്. അപ്പോൾ ഈ ചെറുതിനെ നീ എടുക്കണ്ടോ കേസ്? ഈ ചെറുതിനെ ദൈവം കളയാൻ പോവാ. എന്തിനാടാ പിടിച്ചത്? എന്തിനാ വെറുതെ കളയണേ? ഇവിടുത്തെ മീനിനെ എടുത്തിടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കേസ്. കേസ് അപ്പോൾ അവൻ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് അവൻ അതിനെ വല കയറ്റും. അവൻ്റെ പ്രത്യേകത കേസ്. ചെറുപ്പം മുതൽ 5 വയസ്സ് മുതൽ അവൻ ഈ പരിപാടിക്ക് ഇറങ്ങിയതാ. ചൂണ്ടലും പിടിച്ചിട്ട് അന്ന് വടിമലൊക്കെ ആയിരുന്നു. എനിക്ക് പണ്ട് കരിപ്പിടീനൊക്കെ ഇങ്ങനെ തോട്ടുന്നൊക്കെ പിടിച്ചെന്നുണ്ട്. ഇങ്ങനെ ചൂണ്ടലൊക്കെ ഇട്ട് എന്തുട്ട് മാവൊക്കെ വെച്ചിട്ടാ നീ ചെയ്യാറ് പണ്ട്? പൊറോട്ട മാവാ, മൈദ മാവ് ഇതൊക്കെ ഇട്ടിട്ട് മൂപ്പരാൾ മീനിനെ പിടിച്ചായിരുന്നു. ഇപ്പോൾ പ്രൊഫഷണലായി ഇതേ ചൂണ്ടലൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗൈസ് അടുത്ത സ്പോട്ടിൽ പോയിട്ട് കാണാം. നമ്മളിത് അങ്ങനെ അടുത്തൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വേറെ സ്ഥലം മാറി പിടിച്ചു. ഇവിടെ കുറേ മീനുണ്ടെന്നാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഒരു അടി കിട്ടി ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് മീൻ കിട്ടുമോ നമുക്ക് നോക്കാം. അങ്ങനെ ഇവിടെ വലിയൊരു മീനിനെ കിട്ടിയിട്ട് എൻ്റെ മോനെ ഇവനേതാലേ ഇത്ര നേരം ഞാൻ കുറച്ച് നേരം അവിടെ പോയി നിന്നില്ലേ പിടിക്കണ വീഡിയോ എടുക്കാറുന്നു. ഇത് പെട്ടെന്നാ കിട്ടിയ വിചാരിച്ചില്ലേ അല്ലടാ സാധനം. ഞാൻ വിചാരിച്ചു ഈ സ്പോട്ടിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോഴേക്കൊരു വലിയൊരു സാധനത്തിൽ കിട്ടി. പ്രൊഫഷണൽ കേട്ടോ. ഇതിന് നല്ല ഭാവിയുണ്ട് കേസ്. ഇതൊന്നും എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അത് ഫൗൾ ഹുക്കാണ് കേട്ടോ. ആര് കേൾക്കായിരുന്നു?
അങ്ങനെ വീണ്ടും ഇവിടുത്തെ ഒരു ബ്രാലിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചെറുതാണ് ഇത്, റിലീസ് ചെയ്യണ്ടാ നേരത്തെ പോലെ. എന്താണ് ഇതപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനത്തിൽ ഗ്രില്ലടിക്കാണ്ട് ഒക്കെ കൊണ്ട് ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണ്. കുളത്തിലാണെങ്കിൽ നമ്മൾ കുറച്ച് നേരമായി ഗീസ് നിൽക്കണേ. കുളം കാണാനൊക്കെ നല്ല രസം തന്നെയാണ്. പക്ഷേ എന്താ പറയുക, മീനുകളൊക്കെ കുറേ ഉണ്ട് ഗീസ്. പക്ഷെ ഇതിലടിക്കില്ല, മീനുകളൊക്കെ അടി ഭയങ്കര കുറവാണ്. വീണ്ടും നമ്മൾ പുതിയൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. പല പല സ്ഥലങ്ങൾ മാറി പിടിക്കുക ഗീസ്. ഇത് കുറച്ചും കൂടി നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. എവിടെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടുവിൽക്കരയിലാണ് ഗീസ്, നമ്മുടെ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അതെ ഇവിടെ കിട്ടില്ല. ഞാൻ ഇവനോട് പറഞ്ഞു, ഇവിടെ മറ്റേ ചെറിയ പിള്ളേരൊക്കെ വന്നിട്ട് മീൻ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടാണ്ട് പോയ സ്ഥലം. അപ്പം പിടിക്കട്ടെ, കിട്ടാൻ നോക്കാം. വേണ്ടി ചായ കുടിക്കാൻ പോകണം. ചായ കുടിക്കാൻ പോയിട്ട് എന്നിട്ട് വേണം വീണ്ടും മീൻ പിടിക്കാൻ. ഇന്ന് പുലർച്ചെ 5 മണിക്ക് ഇറങ്ങിയില്ല. എനിക്ക് മീൻ പിടിക്കുന്നതോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത്രയും വലിയ മീനൊക്കെ പിടിക്കാണ്ടപ്പോൾ ആരെയാണ് സന്തോഷം ആഗ്രഹിച്ചത്. ഇത് കഴിഞ്ഞ് ഗ്രില്ലിങ്ങും ഉണ്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ചായ കുടിക്കാൻ പോയിട്ട് അവിടെ